ഇന്നത്തെ ഒരു പ്രത്യേകത, ഒരു വിശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം 27-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, ജനിച്ച ദിവസമായിരുന്നു. മലയാള മാസം അത് 13-ാം തീയതി തന്നെയായിരുന്നു, രണ്ടുകൂടെ ഒന്നിച്ച് വന്നു. അപ്പം ഇവിടെ നാളിനാണ് പ്രാധാന്യം. അങ്ങനെ ഇന്നലെയും ഇന്നും രോഹിണി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കലണ്ടറിൽ നിന്നാണ് രോഹിണി നടക്കുന്നത്. അപ്പം ഞാനിന്ന് ഞങ്ങൾ വേറെ ഇന്നലെ ഒരു ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു, അതൊക്കെ ഇട്ടിട്ടാണ് അതൊക്കെ നടന്നത്. കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഞാൻ തയ്ച്ച രണ്ടാമത്തെ ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ രാവിലെ റെഡിയായിട്ട് മിഠായി ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ മിഠായിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അവൾ ഹാപ്പി. ഒരെണ്ണം കൈ പിടിക്കും, ബാക്കി ഞാൻ കൈ പിടിക്കും. അപ്പം മിഠായി കൊടുക്കാൻ പറയുമ്പം അവളുടെ കയ്യിലിരിക്കുന്ന ഒരെണ്ണം കൊടുക്കും, ബാക്കി ഞാനും കൊടുക്കും. അങ്ങനെ കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ പോയി കൊടുത്തു. പിന്നെ വന്നു. അപ്പം വീട്ടിലെ ഉള്ളൊരു ശീലമാണ്, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. പിറന്നാളിന് സദ്യ എന്ന് പറയാൻ കൊച്ചുകുട്ടികൾക്ക് എന്ത് സദ്യ അത്ര വലിയ, പക്ഷേ കൊച്ചുകുട്ടികൾക്കുള്ള സദ്യ എല്ലാം ചേരുന്നതെന്ന് പറഞ്ഞാൽ പരിപ്പും പപ്പടവുമാണ് അല്ലേ. അങ്ങനെ ഞാൻ പരിപ്പും പപ്പടവും വെച്ചു, പിന്നെ ഒരു മെഴുക്കുരട്ടിയും വെച്ചു, ക്യാരറ്റിൻ്റെ വെച്ചു. അങ്ങനെ ഇലയൊക്കെ വെട്ടി ഇട്ട് ഞങ്ങൾ തറയൊക്കെ തുടച്ച് തറയിൽ ഇലയൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരുത്തി ചോറും കുറച്ച് പരിപ്പ് ഒഴിച്ച് ഇത്തിരി നെയ്യും ഒഴിച്ച് പപ്പടമൊക്കെ വെച്ച് മെഴുക്കുരട്ടിയൊക്കെ വെച്ച് ആൾ കുറച്ചൊക്കെ കഴിച്ചു. പപ്പടമൊക്കെ പൊടിച്ച് ഇച്ചിരി എനിക്കും ഇടയ്ക്ക് കൊണ്ടുതരും. ഞാൻ വായി വയ്ക്കും, ഇച്ചിരി കഴിക്കും, ബാക്കി തുപ്പിക്കളയും. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടെന്നുള്ള ഒരു സമാധാനത്തിൽ അങ്ങനെ ആ സദ്യ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അരി ഉണ്ടായിരുന്നു, പച്ചരി ഉണ്ട്. അപ്പോൾ അടുത്തുള്ള വീട്ടിൽ നമ്മുടെ കാത്തൂൻ്റെയും പൊന്നൂൻ്റെയൊക്കെ വീടില്ലേ, ആ വീട്ടിൽ ഉച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ പാല് കിട്ടും, മിൽമയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ്. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നേരെ പാത്രമായിട്ട് അവിടെ ചെന്നു, പാല് വാങ്ങിച്ചു. അങ്ങനെ പാല് വാങ്ങിച്ച് തിരിച്ച് വന്ന് ചെറിയൊരു പാൽപ്പായസമൊക്കെ വെച്ച് ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് ആളും അടുപ്പിൻ്റെ അടുത്ത് കാണും. അങ്ങനെ അവൾക്ക് പായസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ അടച്ചൊക്കെ വയ്ക്കുമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ അവൾക്കും കുറച്ച് കൊടുത്തു, ഞാനും ഇച്ചിരി കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അടുത്ത് 2 വീടുകളാണ് തൊട്ടടുത്ത് തന്നെ. ഒരു വീട്ടിലൊരു മോനുണ്ട്, ഒരു വീട്ടിൽ 2 ആൺപിള്ളേരാണ്, കൊച്ചു പിള്ളേരാണ്. അപ്പം ആ 2 വീട്ടിലും കുറച്ച് പായസം കൊടുത്തു. ബാക്കി ഞങ്ങൾ 2 കൂടെ കഴിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ പിറന്നാൾ ആഘോഷം. ഭയങ്കര സന്തോഷം, അവൾക്ക് സന്തോഷം. അപ്പം വേറൊരു ഉടുപ്പൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഊണൊക്കെ കഴിഞ്ഞിട്ട് ഊണിന് മുമ്പ് തന്നെ ആ ഉടുപ്പിട്ട്, കാരണം രാവിലെ ഇട്ട ഉടുപ്പ് വൈറ്റായിരുന്നു. അപ്പം അതിട്ടുകൊണ്ട് സദ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വൈറ്റ് എന്ത് പരുവാകുമെന്നറിയത്തില്ല. കാരണം നല്ല വൃത്തിയായിട്ടൊക്കെ ഞാൻ തയ്ച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വരും. അതുകൊണ്ട് ഒരു ദിവസം വന്ന്, അത് മാത്രമല്ല നെറ്റിൻ്റെ തുണിയായിരുന്നു, അപ്പം ഭയങ്കരമായിട്ടും ചൂടടിക്കുമല്ലോ. ഒന്നാതെ അവൾക്ക് നന്നായിട്ട് വിയർപ്പിൻ്റെ പ്രശ്നമുണ്ട്, ചൂടുകുരുള്ളതാണ്. അങ്ങനെ അതൊക്കെ ഊരി മാറ്റി പുതിയ ഒരു ഉടുപ്പൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് പുള്ളി ഹാപ്പി. ഇന്നത്തെ പകരം ഒരു സമയം പോലും ഉറങ്ങിയില്ല. ഇപ്പോഴത്തെ പെട്ടെന്ന് തന്നെ ഉറങ്ങി, സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. വൈകുന്നേരം ഇത്തിരി പായസം ഉണ്ടാകും, അത് കഴിച്ചു. ചോറ് കഴിക്കില്ല വൈകുന്നേരം. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, അമൃതം പൊടി ഉണ്ടല്ലോ, അത് വെച്ചൊരു അപ്പം ഉണ്ടാക്കും. അതുണ്ടാക്കിക്കഴിഞ്ഞാൽ അതിന് ഇച്ചിരി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിക്കും രാത്രിയിൽ. അത് കഴിച്ചുകൊണ്ട് കിടക്കാമെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചൊരു അപ്പം ഉണ്ടാക്കും, ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച്. അതൊക്കെ കഴിക്കുള്ളൂ. ചോറെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരു പ്രത്യേകതരം കുഞ്ഞാണ് എൻ്റേത്. ചോറിനോട് താല്പര്യമില്ല. അങ്ങനെ ആൾ ഉറങ്ങി. ഓക്കെ.